ഞങ്ങളതിൽ പൈസയൊന്നും ഇല്ല. സത്യം പറയട്ടെ, ഞങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, ഡ്രസ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ലുക്ക് മാത്രമേ ഉള്ളൂ, പൈസ ഇല്ല. അല്ല, ഇവിടെ വന്ന് പേടിപ്പിച്ച പൈസ കിട്ടുമെന്ന് പറഞ്ഞു. ഇതൊക്കെ വരവാണ്. പേടിപ്പിച്ചാലല്ല, ഇവിടെ വന്ന് ചിരിപ്പിച്ചാ പൈസ കിട്ടും. ഒരു പേടിപ്പിക്കല് വെറുതെ ആയി. ചിരിപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ? ഹലോ, പറ്റുമോ? പിന്നെ ഇത് ഗിറ്റാർ ആയിരുന്നോ? അല്ല, ടെൻഷൻ വേണ്ട. നമുക്കിവിടെ ബാറ്ററി ഉണ്ട്. ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും. ചിരിപ്പിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ബാറ്ററി റെഡി അല്ലേ ചേച്ചി? പിന്നെ ബാറ്ററി റെഡിയാണ്. റെഡി. അപ്പൊ നമ്മളെ ചിരിപ്പിക്കാനായിട്ട് വി ഹാവ് സുരേഷ് മാമ്പുഴ ചേട്ടൻ ആൻഡ് രാധിക ചേച്ചി. All the best. ശ്രീദേവി, എന്തോ മനുഷ്യ മൂദേവി. എടി, ഇന്നലെ നമ്മൾ 2 പന്നിയെ പിടിച്ചില്ലായിരുന്നോ? ആ 2 പന്നികളും രക്ഷപ്പെട്ടു. ഞാൻ ഇന്ന് വീട്ടിൽ പോവാൻ, ഞാൻ എന്റെ നാട്ടിൽ പോവും. അതെന്തിനാ? അല്ലേ അങ്ങോട്ടാ? അതോ അർജന്റായിട്ട് വീട്ടിൽ പോണ്ട കാര്യം എന്തോ? എത്രന്ന് വെച്ചാ ഈ പറങ്ങാണ്ടിയും ചുട്ടു നിന്ന് ഇവിടെ കിടക്കുന്നത്? നിങ്ങള് ചന്ദനമരം വെട്ടിത്തരാം, ആനയുടെ കൊമ്പൂരി തരാമെന്നും പറഞ്ഞ് ഈ യൂണിഫോം ഇടിച്ച് എന്നെ വിളിച്ചോട്ട് വന്നാന്നു ഇങ്ങോട്ട്. എന്നിട്ട് ഈ മുതുകാലം കാരണം ഈ മുതുകാട്ടി കിടന്ന് ഒടുങ്ങാനാ എന്റെ വിധി. ശ്രീദേവി, നീ വിഷമിക്കണ്ട. നാളെ തന്നെ ഞാൻ ഉൾക്കാട്ടിലേക്ക് കയറാൻ പോവുകയാണ്. എന്തിന്? കൊമ്പൂരാൻ. അത് മോഹൻലാലിന്റെ അല്ലേ? അത് എമ്പൂരാൻ. ഇത് ആനയുടെ കൊമ്പൂരാൻ. പോകുമ്പോ 2 സഞ്ചി ഇവിടെ കൊണ്ടുപോകണം കേട്ടാ. അതെന്തിനാ? അല്ല, ആന കൊമ്പൂരി തരുമ്പോ കൊണ്ടുവരാൻ സഞ്ചി വേണ്ടായോ? ഇതൊന്നും നിങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല മനുഷ്യ. എന്നാ ശരി, അടുത്തത് പിടിച്ചോ. ഞാനൊരു ചന്ദനം നോക്കി വെച്ചിട്ടുണ്ട്. വല്ല പെണ്ണുങ്ങളുടെ നെറ്റിക്കായിരിക്കും. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടാ ഞാനൊക്കെ പറയുന്നത്. എന്നെ നിനക്ക് എങ്ങനെ കളിയാക്കാൻ മതി. എടി, ഞാൻ അതല്ല പറഞ്ഞത്. ഇന്നലെ ഞാൻ ഒരു ചന്ദന മരം വെട്ടിയിട്ടപ്പോ അത് ചന്ദനമല്ല. ഞാൻ വിടുവോ? അടുത്ത് നിൽക്കുന്ന വേറൊരു മരം വെട്ടി, അപ്പൊ അതും ചന്ദനമല്ല. പിന്നെ ഒട്ടും നോക്കിയില്ല. 1/2 മണിക്കൂർ കൊണ്ട് 1500 മരം ഞാൻ വെട്ടി. പക്ഷെ ഒന്നും ചന്ദനമല്ലായിരുന്നു. ഈ 1500 വെട്ട് നാട്ടിൽ വന്ന് വല്ല റബ്ബറിനിട്ടും വെട്ടിയിരുന്നെങ്കിൽ ഒരു മരത്തിന് 2 രൂപ വെച്ച് കിട്ടിയാനെ. അത് മാത്രമോ? കറ എടുക്കുന്നതിന് വേറെ, ഷീറ്റ് അടിക്കുന്നതിന് വേറെ. നിങ്ങളെ കൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അത് പോട്ടെ, 2 ദിവസം മുമ്പ് വിറ്റ കരിവീട്ടയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എന്റെ കടം വീട്ടി. അപ്പൊ നിങ്ങൾക്ക് കടമുണ്ടായിരുന്നു? പിന്നില്ലേ. ആ ചാടി പോന്ന കൊരങ്ങനെ കണ്ട? ആ കൊരങ്ങനെ വരെ ഞാൻ 500 കൊടുക്കും. പൊന്നു കൊരങ്ങ, നീ അല്ലാതെ ഈ കൊരങ്ങൻ ആരേലും കടം കൊടുക്കും? പക്ഷെ ഞാൻ തിരിച്ചു കൊടുക്കത്തില്ല. അതെന്താ? ഈ കൊരങ്ങ ഭയങ്കര ശല്യം, ഭയങ്കര ശല്യം. എന്താ പറ്റി? ഇന്നലെ ഞാൻ അവിടെ കുളിച്ചോണ്ട് നിന്നപ്പോണ്ടല്ലേ എന്റെ സോപ്പ് എടുത്തോണ്ട് ഓടി. ഞാൻ വിശ്വസിക്കത്തില്ല. സോപ്പ് എടുത്തോണ്ട് ഓടിയോ? അല്ല, നിങ്ങൾ കുളിച്ചെന്ന് പറയുന്നു. ഈ കാട്ടി വന്ന് എന്നെ ആര് പിടിച്ച് മണപ്പിച്ച് നോക്കാനാ? വഴി അറിയാൻ വയ്യാത്തോണ്ട് അല്ലെ ഞാൻ എന്നെ ഇവിടുന്ന് ഓടിയേന്. അപ്പൊ നിനക്ക് മണം കിട്ടി തുടങ്ങി. ഒരു കാര്യം ചെയ്, നിനക്ക് വേണ്ടി മാത്രം ഞാൻ ആ കാട്ടരുവിൽ പോയി ഒന്ന് മുങ്ങി കുളിച്ചേച്ചും വരാം. ഞാനും വരുന്നു. റൊമാൻറ്റിക് അല്ല, നിങ്ങൾ എന്തുവായാലും മുങ്ങുമ്പോ കുറഞ്ഞത് 10 മീനെങ്കിലും ചത്തുപൊങ്ങും. അതൊരു ഉച്ചക്കത്തേക്ക് എനിക്ക് കറി വെക്കാല്ല. എന്നെ കൊച്ചാക്കോന്നോടി, എന്നെ കൊച്ചാക്കോന്നോടി. അല്ല, ഇതിൽ കൂടെ ചെറുതായി കഴിഞ്ഞാലേ ആ കൊരങ്ങന്റെ കുഞ്ഞാന്ന് പറഞ്ഞ അത് വന്ന് എടുത്തു. ഈ തോക്കിന്റെ പാത്തി വെച്ച് അടി അടിച്ചാണ്ടല്ലേ? അടി. ഈ തോക്കും ആ പോയ കൊരങ്ങിന്റെ വാല് ഒരുപോലെ. അതെന്താ അടി അങ്ങനെ പറഞ്ഞേ? വെറുതെ തൂക്കിയിട്ടോണ്ട് നടക്കാവുന്നേ ഉള്ളൂ, ഒരു പ്രയോജനമില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ചേപ്പ് കാച്ചിൽ അവിച്ചു നിന്ന് ഞാൻ മടുത്തു. ഇന്നെങ്കിലും കൊള്ളയുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കണം. ഇതിന്റെ വിഷയമാണോ ഇത്രയും നേരം നീ എന്റെ അടുത്ത് കിടന്ന് ദേഷിച്ചത്? ഇത് നേരത്തെ പറയണ്ടായിരുന്ന? വാ, ആനയും പുലിയൊക്കെ ഇറങ്ങുന്നതിനും പങ്ക് നേരത്തെ അങ്ങാകത്ത് പോവാം. എന്താ? അല്ല, പിള്ളേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. പിള്ളേരുടെ കാര്യത്തിലല്ല, കൊള്ളയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണോ? കൊള്ളയുടെ കാര്യത്തിലോ? കൊള്ള നീ എന്നെ അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നന്നൊരു 1-ാം തരമായിട്ട് കൊള്ള ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം നിനക്ക് ഓർമ്മയുണ്ടല്ലേ? വെള്ളി മൂങ്ങയെ കൊള്ളയടിക്കാൻ വേണ്ടി വെള്ളി മൂങ്ങയുടെ കൂട്ടിൽ കൊണ്ടുപോയി കൈയിട്ടവനാണ് ഞാൻ. എന്നിട്ട് കൊണ്ടുവന്ന ഒരു വവ്വാലിനെ അല്ലയോ? അതുകൊണ്ട് വലിയൊരു സത്യം വെളിയിലായില്ലേ? എന്തുവാ? വെള്ളി മൂങ്ങയുടെയും വവ്വാലിന്റെയും അവിഹിതം. 2 പാവ കുഞ്ഞി കിളികൾ തമ്മിലുള്ള ബന്ധത്തിനെ നിങ്ങൾ ഇങ്ങനെ തെറ്റായിട്ട് ധരിച്ചല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ സമയത്ത്
ഈ വെള്ളിമൂങ്ങയുടെ കൂട്ടിൽ എന്തിന് വവ്വാല് കേറി? എന്റെ പൊന്നു മനുഷ്യ, ഈ വെള്ളിമൂങ്ങയുടെ കൂടെ ഈ വവ്വാലിന് 2000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തതായി കൂടെ. ഓ, അപ്പം വാടക മേടിക്കാൻ പോയതായിരിക്കും. ആ പാവം വവ്വാലി, ഞാൻ വെറുതെ സംശയിച്ചു. നാളെ ഒരു സോറി പറയണം. പക്ഷെ ഉണ്ടല്ലോ, ഇന്നലെ എന്റെ അച്ഛൻ വന്നു പോയതിനു ശേഷം ആ വവ്വാലിനെ കാണാനില്ല കേട്ടോ. അയ്യോടാ, നിന്റെ അച്ഛന്റെ നിക്കറല്ലേ ആശയ കിടക്കുന്നത്? ആന്നു ഭഗവാനേ, എവളുടെ അച്ഛൻ നിക്കറാന്നും പറഞ്ഞ് വവ്വാനെയും വലിച്ചു കയറ്റിട്ടോട്ട് പോയിട്ടുണ്ട്. എന്റെ അച്ഛന്റെ നിക്കറ്. എന്റെ അച്ഛനെ കുറ്റം പറയുന്ന കാര്യത്തിന് വേറെ വല്ല തീരുമാനം എടുക്കാന്നോ? ശരി, പുതിയ ഒരു ഐഡിയ ഉണ്ട്. ഇനി ഐഡിയ പറ. കമലഹാസൻ. അതായത് എനിക്ക് ഒരു ബുക്കിനകത്തുനിന്ന് വായിച്ചു കിട്ടിയ ഒരു അറിവാണ്, പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അതായത് നമ്മൾ വലിയ ഒരു വല ഒപ്പിക്കണം. ഈ വലയെടുത്ത് നമ്മള് നേരെ ഒരു ആനക്കുട്ടിയുടെ ദേഹത്തോട്ടങ്ങ് വീശണം. എന്നിട്ട് ഈ ആനക്കുട്ടി ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. അപ്പൊ ഈ ആനക്കുട്ടിയുടെ അച്ഛൻ തിരക്കി വരും. തിരക്കി വരുന്ന സമയത്ത് നമ്മൾ ഈ തോക്കെടുക്കണം. തോക്കെടുത്തിട്ട് ആനയുടെ നേരെ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് പറയണം, മര്യാദക്ക് നിന്റെ 2 കൊമ്പും ഇവിടെ ഊരി വെച്ചാൽ നിന്റെ കൊച്ചിനെ ഞങ്ങൾ തിരികെ വിളിക്കാൻ അമ്മയാ വരുന്നെങ്കിൽ എന്താ ഊരി വെക്കാൻ പറയും നിങ്ങള്? നിങ്ങളെ കൊണ്ടാവുമെങ്കിൽ ഒരു കരടി എങ്ങനെയും പിടിച്ചോണ്ട് വാ. എനിക്ക് ഇപ്പൊ കരടി അതിനെ ഞെക്കി പിഴിഞ്ഞ് അതിന്റെ നെയ്യെടുത്ത് അങ്ങനെങ്കിലും ഞാനൊരു പണക്കാരി ആവട്ടെ. അത് കൊള്ളാൻ നല്ല ഐഡിയ ആണ്, എളുപ്പ പരിപാടിയാണ്. കരടി പിടിക്കുക എളുപ്പം, ആനയെ പിടിക്കുന്നവനല്ല. അതിനൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. അതായത് നിനക്ക് കുറച്ച് ചക്കക്കർ ഒപ്പിക്കാൻ പറ്റുമോ? എപ്പോ ഒപ്പിച്ചെന്ന് ചോദിച്ചാ അത് മതി. ഈ ചക്കക്കർ കൊണ്ടുപോയി നേരെ കരടിയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു. ഞാൻ തേക്കാം. അപ്പൊ കരടി രാവിലെ ഇങ്ങനെ ഇറങ്ങി വരുമ്പം ഈ കരടിയുടെ ദേഹത്ത് ഈ ചക്കക്കറ പറ്റും. അപ്പൊ ഈ ചക്കക്കറ ഇറക്കി കളയാനായിട്ട് കരടി മണ്ണെണ്ണ മേടിക്കാൻ റേഷൻ കടയിൽ വരും. അപ്പൊ നമുക്ക് അവിടെ ഇട്ട് പിടിക്കാം. മണ്ണെണ്ണ മേടിക്കാൻ കരടി റേഷൻ കടയിൽ വരുമില്ലയോ? എടോ മണ്ണെണ്ണയുടെ മോനെ, തനിക്ക് ആരാടോ ഈ കഥ പറഞ്ഞു തന്നത്? വിഷ്ണു ഗോപാൽ. ഇയാൾ ഇതല്ല ഇതിനപ്പുറോ പറയൂ. ഒന്നും അല്ലേലും കുറച്ച് മാനിറച്ചിയെങ്കിലും ഒപ്പിച്ച് തരാവോ? കിടക്കുന്നു കാട്ടി വന്നിട്ട് ഇത്ര നാളായി. ഇതാണ്ട് പുതുമയും കൊണ്ട് വന്നിരിക്കുന്ന മാനിറച്ചി വേണമെന്ന്. ഞാൻ എന്തിനാണ് ഈ സമയത്ത് തന്നെ മാനിറച്ചി കൊണ്ട് തരുന്നത്? അതെ, മാനിറച്ചി തിന്നു കഴിഞ്ഞാൽ എളുപ്പം പ്രായം കുറയുമെന്ന്. ചുമ്മാതല്ല, എന്റെ വീട്ടിലെ പണ്ട് 60 വയസ്സുള്ള ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നു. ഇയാള് ഡെയിലി മാനിറച്ചി കഴിക്കും. അങ്ങനെ കഴിച്ച് കഴിച്ച് പ്രായം കുറഞ്ഞു 4 വയസ്സായി. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, നാളെ അംഗനവാടി കൊണ്ടാക്കാൻ പോവാ. ഒറ്റ അറിയാൻ പറ്റും. ഞാനോ ഇങ്ങനെ ആയിപ്പോയി, അതിന്റെ കൂടെ നീ കൂടി ഇങ്ങനെ ആയാലെങ്ങനെ? എനിക്ക് വിശക്കുന്നേ. നിങ്ങൾക്ക് വിശപ്പ് ദാഹം ഒന്നും ഇല്ല മനുഷ്യ? എനിക്ക് വിശപ്പുണ്ടായിരുന്നു. എടി, എനിക്ക് കാട്ടിന്ന് വളരെ അപൂർവമായ ഒരു കാ കിട്ടി. എന്തുവാ? കറുത്ത വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വെള്ളക്ക. ഇത് തിന്നതിന് ശേഷം എനിക്ക് വിശപ്പില്ല. പക്ഷെ നിങ്ങൾക്ക് വിശപ്പില്ല, എനിക്ക് വിശപ്പുണ്ട്. അത് എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. നിനക്ക് വേണ്ടി ഒരു 5-6 ഞാൻ അവിടെ ഇവിടെ നോക്കി വെച്ചോണ്ട് ഞാൻ കൊണ്ട് തരാം. അത് പക്ഷെ അന്നേരം വലിയ എനിക്ക് ഇപ്പൊ വേണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ കഴിച്ചതിന്റെ കുറച്ച് ബാലൻസ് എന്റെ കയ്യിൽ കൊണ്ടുവന്നാ. ഇതെന്തുവാന്നാ പറഞ്ഞേ? കറുത്ത വള്ളി തൂങ്ങിക്കിടന്ന വെളുത്ത കാ. എന്റെ ദൈവമേ, കാട്ടാനെ നിരീക്ഷിക്കാൻ വേണ്ടി ഫോറസ്റ്റുകാർ വെച്ച CCTV ക്യാമറ എടുത്ത് തിന്നേച്ച് വന്നേക്കുവാ പൊട്ടൻ. ചിരിപ്പിക്കാൻ പറഞ്ഞു, ഞങ്ങൾ ചിരിപ്പിച്ചു. ഇനി കാശെടു. അല്ല, കാശ് ഞാനല്ല തരുന്നത്, പിന്നെ അത് വേറെ ആളാ തരുന്നത്. ഇത് നേരെയുള്ള നമ്മുടെ ബാങ്ക് ഓഫ് ബോംബെ. അങ്ങോട്ട് പോയാലോ? നിങ്ങളെ പോലെ തന്നെ യൂണിഫോം അങ്ങോട്ട് പോണ്ട. അതെ, നിങ്ങളുടെ അതേ യൂണിഫോം ആണല്ലോ ബാങ്ക് ഓഫ് ബോംബെ ഇട്ടിരിക്കുന്നത്. ചേച്ചി, നിങ്ങളുടെ ചേച്ചി ബോസ്. ഹായ്. ഇവിടെ ഒരു സ്കിറ്റ്, അതിന്റെ ബാറ്ററി ചാർജ് എവിടെ ഉണ്ടായിരുന്നു? സ്കിറ്റ് അസാധ്യമായിരുന്നു. സൂപ്പർ. ചേച്ചിന്റെ എനർജി വേറെ ഒരു ലെവല്. സൂപ്പറായിരുന്നു ചേച്ചി. ചേച്ചി കട്ടയ്ക്ക് നിന്ന് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ. രാധി ചേച്ചിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസിലുള്ള കുറച്ച് ആൾക്കാരാണ്. അതെ, നമ്മളെല്ലാരും. ഇപ്പൊ ഇവരും കൂടിയിട്ടുണ്ട്. അതെ, ഫാന്റാസ്റ്റിക് ആർട്ടിസ്റ്റ്. സുരേഷ് ചേട്ടനെ പറ്റി ഒന്നും പറയാനില്ല, നന്നായിട്ടുണ്ട്. ഇതൊന്നും ഇപ്പൊ ചേച്ചിന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോ ചേച്ചി എവിടെയോ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സൂപ്പർ ചേച്ചി, വെൽക്കം ബാക്ക് അഗൈൻ. അല്ല മക്കളെ, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ ഇവിടെ പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. അപ്പൊ അവിടെ ഓക്കെ ആയി. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി നോക്കാം. നോബി ചേട്ടാ, ഒരു രക്ഷയില്ലായിരുന്നു. നോൺ സ്റ്റോപ്പ് കോമഡി.
എല്ലാത്തും തുടക്കം മുതൽ തീരണവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതും മറുപടിയും എല്ലാം കോമഡിയാണ്. ഈ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ രാധിക ചേച്ചിയുടെ ഫാനായി മാറിക്കൊണ്ടിരിക്കും. കാര്യം എന്തറിയോ, ഈ നിൽക്കുന്ന ചേച്ചിയല്ല ഈ ആക്ഷൻ പറഞ്ഞ് പെട്ടെന്ന് മാറും. ഇതില് ഏറ്റവും കൂടുതൽ കൗണ്ടറുകൾ പറയേണ്ടത് ചേച്ചിയാണ്. അത് ലീഡ് ചെയ്ത് കൊടുക്കലായിരുന്നു സുരേഷന്റെ പരിപാടി. ഒരെണ്ണം പോലും ചേച്ചി വിട്ടു എല്ലാം നമ്മൾ കൊള്ളിക്കുമെന്ന് പറയൂലേ, ഗംഭീരമായിരുന്നു ചേച്ചി. അപ്പം നിങ്ങൾ എത്രത്തോളം നമ്മളെ ചിരിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. ഓക്കെ, ചിരിച്ചു, ആ ചിരിക്ക് പവർ ഉണ്ടോ എന്നുള്ളതും ആ പവറിനനുസരിച്ചിട്ടുള്ള പൈസയാണോ അല്ലെങ്കിൽ പണമാണോ നിങ്ങൾക്ക് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ബാറ്ററി നോക്കിയാലോ? നോക്കാം. അയ്യോടെ, അയ്യോ എന്ത് പാവാ. ഈ ചേച്ചിയാണോ ഇത്രയും നേരം അവിടെ കിടന്നേ? മറ്റേ ഭൂലദേവിയായിരുന്നു. ശരി, ബാറ്ററി നോക്കാം. ബാ. സൂപ്പർ കൗണ്ടർ, സൂപ്പർ കോമഡി ഉണ്ടെങ്കിൽ ബാറ്ററി ഓൾവേസ് ഫുൾ. അപ്പൊ ഇനി വരുമ്പോ എനിക്ക് ഉറപ്പാണ് ശ്വേത ചേച്ചി, നമ്മൾ ഈ പറയുന്ന പോലെ മറ്റേ 8 മിനിറ്റിനുള്ളിൽ 4 മിനിറ്റിനുള്ളിൽ ഇവർക്ക് ഒരു 50,000 സ്കോർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ബാറ്ററി ഒക്കെ വന്ന് 75,000 വരെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് മനസ്സിലായോ? ചേച്ചിക്കും സുരേഷേട്ടനും മനസ്സിലായോ? അപ്പൊ നമ്മുടെ പൈസ ഇനി കേറട്ടെ അക്കൗണ്ടിലേക്ക്. ഈ സന്തോഷത്തിൽ എനിക്കൊരു ഡാൻസ് കാണണം. അത് ഞാൻ പറയണ പാട്ടിന് എനിക്കൊരു ഡാൻസ് കാണണം. നീ പറയുന്ന പാട്ടിന് ഇപ്പൊ ഡാൻസ് കളിക്കാനാ? ഓഹോ, അനന്തൂലുള്ള ടാസ്ക് കൊടുത്താണോ ആ കണ്ടത്? ശരി, പാട്ട് നമ്മൾ ഇട്ട് തരാം. കമോൺ. അണ്ണത്തി കടകണമുണ്ടത്തി പരലിന്റെ കണ്ണു ജല ജലമ പോട്ടി മാനത്ത് പറകണ ചമ്പരന്തിന്റെ കണ്ണു ജല ജലകി പോട്ടി, കണ്ണു ജല ജലകി പോട്ടി. മലകിലെ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം കൂട്ടടി പൂഞ്ചോലേ പാടം പൂത്ത കഴിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മണന്തേ കാടൻ കാറ്റു കിതച്ചോടും രാത്രിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനകർ 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 താതിന്തോ താനകർ 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 താതിനോ കമലയിലെ കൈക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം കൂട്ടടി പൂഞ്ചോലേ. ഇനി നമുക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അടിപൊളിയായിട്ട് വൈബായിട്ട് നിന്നോ. അപ്പൊ ചേട്ടാ ചേച്ചി പൊളിക്കല്ലേ?